പല ജില്ലകളിലും മഴയ്ക്ക് ഇപ്പോൾ ശമനമായിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്തനംതിട്ട ഉൾപ്പെടെ കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ സമാനമായ സാഹചര്യത്തിലേക്ക് മഴ പോയപ്പോഴും തിരുവനന്തപുരത്ത് മഴ കുറവായിരുന്നു. 2 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് മഴയുണ്ട്. എന്നാൽ മറ്റ് ജില്ലകളിൽ മഴ കുറവാണ്. ഇപ്പോൾ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് മാറ്റമില്ല. മലയോര തീരമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് മാറ്റമില്ലാതെ തുടരുന്നത്. മലയോര മേഖലകളിലെ രാത്രികാല യാത്രകളും കടലിൽ പോകുന്നതും പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം. ഈ മഴയുള്ള സമയങ്ങളിൽ രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നതാണ് തീർത്തും നല്ലത്. അതോടൊപ്പം തന്നെ കടലിൽ പോകുന്നത് കടൽ പ്രക്ഷുബ്ധമായിരിക്കും, നല്ല കാറ്റിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിനാണ് ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. അത് പാലിക്കപ്പെടേണ്ടതുമാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ വിവരങ്ങളുമായി അമൽനാഥ് കൂടി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് എറണാകുളത്ത് മഴയുണ്ടോ? മഴയ്ക്ക് ശമനമുണ്ടോ? മഴയ്ക്ക് ശമനമുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അവന്തിക, തീർച്ചയായും കഴിഞ്ഞ ഒരു 2 ദിവസമായി എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ ജില്ലക്കകത്ത് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിപ്പോഴും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര തീരമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും എറണാകുളം ജില്ലയിൽ ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് പല അപകട സാധ്യതകളുമുണ്ട്. മഴ ശക്തമാവുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ പോലുള്ള അപകടങ്ങൾക്ക് വലിയ കാരണമാകാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മലയോര മേഖലകളിലൂടെയുള്ള രാത്രികാല യാത്രകൾ അത് പൂർണ്ണമായും മാറ്റിവെക്കുക എന്ന നിർദ്ദേശം ആദ്യഘട്ടം മുതൽ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് കടലിൽ പോകുന്നത് ഒഴിവാക്കുക, ഒപ്പം തന്നെ ഈ ഒരു കടലിൻ്റെ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ അവിടെ ജാഗ്രതയോടുകൂടി താമസിക്കുക, അത്തരം നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ നൽകിയ നിർദ്ദേശങ്ങളാണ്. മഴയ്ക്കൊരു 2 ദിവസമായി മാറ്റമുണ്ട്. മഴ ശക്തമല്ല എങ്കിൽ പോലും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സാഹചര്യം എന്നതാണ്. അതേസമയം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു കടലിൻ്റെ ശക്തി കൂടുകയാണെങ്കിൽ അത് കടലാക്രമണത്തിന് അത് വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പലപ്പോഴായി കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി അങ്ങോട്ട് മഴ ശക്തമാവുകയാണെങ്കിൽ അത് കാറ്റിൻ്റെ വേഗതയ്ക്കും കാരണമാവും. അങ്ങനെ കാറ്റിൻ്റെ വേഗത കൂടി കൂടുകയാണെങ്കിൽ കടലാക്രമണത്തിന് വലിയ ഒരു സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അടക്കമാണ് നിലവിൽ ഇപ്പോഴും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നത്. അതേസമയം തന്നെ പെരിയാർ പുഴ കരകവിഞ്ഞൊഴുകുവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്നൊക്കെയാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മഴ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ തന്നെ ആലുവ ഭാഗമൊക്കെ തന്നെയും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആലുവ ശിവക്ഷേത്രമൊക്കെ തന്നെയും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമായിരുന്നു. അത് എല്ലായ്പ്പോഴും എല്ലാ വർഷങ്ങളിലും ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ആലുവയുടെ ഭാഗങ്ങൾ പലപ്പോഴും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ പെരിയാർ പുഴ കരകവിഞ്ഞൊഴുകുവാനും സാധ്യതയുണ്ട് എന്നൊക്കെയായിരുന്നു നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനാൽ തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും തുടരുന്നത്. അത്തരത്തിൽ നിർദ്ദേശങ്ങൾക്ക് മാറ്റമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ക്യാമ്പുകളൊക്കെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഈ ബോർഡർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ഇടുക്കി എറണാകുളം ബോർഡർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പുകൾ ഉള്ളത്. മൂവാറ്റുപുഴ അതോടൊപ്പം തന്നെ കോതമംഗലം ഭാഗങ്ങളിലാണ് ക്യാമ്പുകൾ ഉള്ളത്. ക്യാമ്പുകൾ ഏകദേശം 8ഓളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ക്യാമ്പുകളൊക്കെ തന്നെ നിലവിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ നഗരങ്ങളെ ഇതുവരെ മഴ ബാധിച്ചിട്ടില്ല എന്നതും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. സാധാരണഗതിയിലൊക്കെ തന്നെ മഴക്കാലങ്ങളിൽ നഗരഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ, അതായത് LDF ഭരിക്കുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷനിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇത്തരത്തിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ടുകളൊന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നഗരങ്ങളെ മഴ ഇപ്പോൾ ബാധിച്ചിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി എറണാകുളം ജില്ലക്കകത്ത് കാര്യമായ രീതിയിൽ മഴ പെയ്തിട്ടുമില്ല. അവന്തിക. ശരി, അമൽനാഥാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.